നെക്സ്റ്റ് നമ്മൾ പഠിക്കാവുന്ന ടോപ്പിക്കാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം P/Q. P/Qയിൽ എഴുതാൻ പറ്റാത്ത, P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, വേർ P and Q ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് Q not equal to 0. ഓക്കെ, ഇനി നമുക്ക് അതായത് നമ്മുടെ റൂട്ട് നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം നമുക്ക് ഇറാഷണലാണ്, നമ്മൾ പഠിക്കും. ഓക്കെ, ഇങ്ങനത്തെ റൂട്ട് നമ്പേഴ്സൊക്കെയാണെങ്കിൽ നമുക്ക് ഇറാഷണൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി റിയൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടിട്ടാണ്. ഓക്കെ, റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒരുമിച്ച് നമ്മൾ പറയുന്ന സംഭവമാണ് എന്ത്, റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റാഷണൽ ആവാം അല്ലെങ്കിൽ ഇറാഷണൽ ആവാം, രണ്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇറാഷണൽ നമ്പേഴ്സിന് നമുക്ക് നമ്പർ ലൈനിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം √2 കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മുടെ നമ്പർ ലൈൻ വരയ്ക്കുക. ഓക്കെ, നമ്മുടെ നമ്പർ ലൈൻ എങ്ങനെ 0 1 2 3 അങ്ങനെ വരയ്ക്കുക. ഓക്കെ, -1 -2 -3 അങ്ങനെ ചെയ്യുക. ഇനി ഇതിനെല്ലാത്തിനും ഗ്യാപ്പ് 1 സെൻറ്റിമീറ്റർ ഈച്ച്, സാധാരണ നമ്മൾ സ്കെയിലുള്ള പോലെ തന്നെ. ഓക്കെ, 1 സെൻറ്റിമീറ്റർ, ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് √2 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ സ്റ്റെപ്പ് ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 0 to 1 നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, 1ൽ 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, 1ൽ 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ 0 ഉള്ള പോർഷൻ O എന്നിടുക, 1 എന്നുള്ള പോർഷൻ A എന്ന് പേരിടുക. ഓക്കെ, എന്നിട്ട് ഇതിലൊരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഓക്കെ, അതായിരിക്കും എൻ്റെ B. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റെ Oയും Bയും കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, ഈ കിട്ടുന്ന സംഭവമായിരിക്കും എൻ്റെ √2. ഇതെങ്ങനെയാണെന്ന് പറയാൻ നോക്കിക്കേ. ഇപ്പോൾ ഇത് ട്രയാങ്കിൾ അല്ലേ, ശരിയല്ലേ? ഇപ്പോൾ ഈ കിട്ടിക്കുന്ന സംഭവം നമുക്കൊരു ട്രയാങ്കിളാണ്, ശരിയല്ലേ? ഇതൊരു ട്രയാങ്കിളാണ്. ഓക്കെ, ട്രയാങ്കിൾ താഴെയുള്ള പോർഷൻ എന്താ, 1 സെൻറ്റിമീറ്റർ. മേലേക്ക് നമ്മൾ എത്ര കട്ട് ചെയ്തേ, 1 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ട്രയാങ്കിൾ മാത്രമായിട്ട് വരച്ചാണ്. ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇത് 1 സെൻറ്റിമീറ്റർ. ഇത് നമുക്കറിയോ എത്രയാണ്, ഇല്ല, ശരിയല്ലേ? നമുക്കത് കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ശരിയല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ലെങ്തി പോർഷൻ, അത് നമുക്കറിയത്തില്ല. ബേസ് എന്ന് പറഞ്ഞാൽ താഴെ പോർഷൻ, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് എത്രയാ, 1 സ്ക്വയർ. അപ്പോൾ h സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. h സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ h സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. അപ്പോൾ h എന്ന് പറയുമ്പോൾ എന്താ, സ്ക്വയർ അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ √2. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്ന് കിട്ടി, √2 ആണെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് OB എന്നുള്ള ലെങ്ത്ത് √2 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യുക, ഈ 0ൽ അതായത് ഈ Oയിൽ കൊണ്ടുവന്ന് കോമ്പസ് വെക്കുക. എന്നിട്ട് കോമ്പസിൻ്റെ അകത്ത് ഈ OB മെഷർ ചെയ്യുക. ഓക്കെ, കോമ്പസിൻ്റെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് OB മെഷർ ചെയ്യുക. എന്നിട്ട് Oയിൽ വെച്ചിട്ട് മെഷർ ചെയ്ത് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് കൊണ്ടുവന്ന് നമ്പർ ലൈനിലേക്ക് കട്ട് ചെയ്യുക. നമ്പർ ലൈനിൽ എവിടെയാണോ കട്ടാവുന്നത് അതായിരിക്കും എൻ്റെ √2 ഓൺ നമ്പർ ലൈൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ √2 നമ്പർ ലൈനിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.